എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കൺജങ്ഷനിൽ ആസ് ഇഫ് ആസ് ദോ എന്നതിൻ്റെ പ്രയോഗമാണ്. ആസ് ഇഫ് ആസ് ദോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആസ് ഇറ്റ് വുഡ് ഇഫ്, ആസ് ഇറ്റ് വുഡ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്ന പോലെ എന്നർത്ഥം, എന്ന പോലെ എന്നർത്ഥം വരും. ഇതിൻ്റെ പ്രത്യേകത, ആസ് ഇഫ് ഉപയോഗിക്കുമ്പോൾ രണ്ട് വാക്യങ്ങൾ ചേർത്ത് വയ്ക്കാനുള്ള കൺജങ്ഷനായിട്ടാണ് ആസ് ഇഫ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആസ് ദോ ഉപയോഗിക്കുക. ആദ്യത്തെ വാചകം കഴിഞ്ഞ ഉടനെ ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ ചേർത്തത് രണ്ടാമത്തെ വാക്യത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന നമ്മൾ വൺ മൈ തിങ്ക് ദാറ്റ്, ഇറ്റ് സീംഡ് ദാറ്റ്, ഇറ്റ് വുഡ് സീം ദാറ്റ്, ബട്ട് സ്റ്റിൽ, യെറ്റ് തുടങ്ങിയ വാക്കുകളുണ്ടെങ്കിൽ അത് വിട്ടുകളയണം. ബാക്കിയുള്ള ഭാഗം ആസ് ഇഫ് ഓർ ആസ് ദോന് ശേഷം എഴുതണം. പ്രധാനപ്പെട്ട വാക്യത്തിലെ ക്രിയ സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ രണ്ടാമത്തെ വാക്യത്തിലെ ക്രിയ സിമ്പിൾ പാസ്റ്റിലായിരിക്കും. പ്രധാന വാക്യത്തിലെ ക്രിയ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ വാക്യത്തിലെ ക്രിയ സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ ആയിരിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആസിഫിന് ശേഷം പ്രസൻറ്റ് ടെൻസിലെ വെർബാണ് വരുന്നതെങ്കിൽ, ആസിഫിന് ശേഷം പ്രസൻറ്റ് ടെൻസാണ് വരുന്നതെങ്കിൽ പറയുന്ന ആൾക്ക് ആ പ്രവൃത്തിയെ കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച് യഥാർത്ഥ തീർച്ചയില്ല എന്നർത്ഥം. അതായത് ആസിഫിന് ശേഷം പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തീർച്ചയില്ല എന്നർത്ഥം, ഒരു സർട്ടനിറ്റി ഇല്ല എന്നർത്ഥം. അതാണ് ആസിഫിൻ്റെ മീനിങ് എന്നർത്ഥം. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും അത്. ഹീ ബിഹേവ്സ് ആസ് ഇഫ് ഹീ ഈസ് ഡ്രിങ്ക്. ഹീ ബിഹേവ്സ് ആസ് ഇഫ് ഹീ ഈസ് ഡ്രിങ്ക്. ആസിഫിന് ശേഷം ഈസ് ഡ്രിങ്ക് എന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ കുടിച്ച പോലെയാണ് പെരുമാറുന്നത്. അപ്പം കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല. അങ്ങനെയാണ് ആസ് ഇഫ് ആസ് ദോൻ്റെ അർത്ഥം വരിക പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. അതായത് ഇൻ ദ ഗിവൺ ടു സെൻറ്റൻസസ് റൈറ്റ് ദ മെയിൻ സെൻറ്റൻസ് ഫസ്റ്റ് ഫോളോഡ് ബൈ ആസ് ഇഫ് ഓർ ആസ് ദോ. എക്സ്പ്രഷൻ ലൈക്ക് one might think that, it would seem that, it seemed that, but still, yet, etc., which are seen at the beginning of the second sentence are omitted. Write the rest of the sentence after as if or as though. If the verb in the main sentence is in the simple present tense, the verb in the second sentence should be in simple past. If the verb in the main sentence in simple past, the verb in the as if clause should be simple past or past perfect. വളരെ ക്ലിയർ ആണ്. ആസ് ഇഫ് ആസ് ദോ എന്ന കൺജങ്ഷൻ എന്ന പോലെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് തുടർന്ന് കാണാം. യെസ്, ആസ് ഇഫ് ആസ് ദോ എന്ന പോലെ എന്നർത്ഥം. ദെൻ നമ്പർ 1, ഹീ ലുക്സ് വറീഡ്. ഹീ സീംസ് ടു ഹാവ് ലോസ്റ്റ് ഹിസ് ടിക്കറ്റ്. അർത്ഥം അറിയാം, അവനാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഹീ സീം ടു ഹാവ് ലോസ്റ്റ് ഹിസ് ടിക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു. ഹീ ലുക്സ് വറീഡ് as though he has lost his ticket. അപ്പോൾ he looks worried ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നിട്ടുള്ളത്. as though അതിനുശേഷം നോക്കുക, he has lost, it seem to have എന്നുള്ളത് വിട്ടു. he has lost his ticket ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. സിമ്പിൾ പാസ്റ്റ് വന്നാൽ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും വരിക. he is not mad, he behaves like a madman. He behaves as if he were mad. He behaves. അവൻ മാഡ് ആയിരുന്നില്ല, പക്ഷേ ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയത്.
അപ്പോൾ he behaves, simple present, as if he were mad, simple past. I was not deaf. He spoke to me loudly. He spoke to me loudly as if I were deaf. I were deaf. The next, the beggar lay on the ground. It seemed that he was dead. The beggar lay on the ground as though he were dead. My head is not really on fire, but I feel so. I feel as if my head were on fire. അപ്പോൾ as if പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്കറിയാം പ്രധാനപ്പെട്ട വാക്യത്തിലെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മറ്റേ രണ്ടാമത്തെ വാക്യത്തിൽ സിമ്പിൾ പാസ്റ്റ് വരണം. സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ വരണം. ആസിഫിന് ശേഷം പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ അവിടെ പറയുന്ന ആൾക്ക് ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരവസ്ഥ അല്ലെങ്കിൽ തീർച്ച ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇതാണ് ആസിഫിൻ്റെ പ്രയോഗം. ഓക്കെ, താങ്ക് യു.